പാലക്കാട് അട്ടപ്പാടിയിൽ വീടിന്റെ ഭിത്തിയിടിഞ്ഞ് സഹോദരങ്ങൾ മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. മക്കളെ ആശുപത്രിയിലെത്തിക്കാൻ വാഹനം ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു. അപകടമുണ്ടായ ഉടൻ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നെന്നും അമ്മ ദേവി പറഞ്ഞു. ആരോപണം പരിശോധിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി. സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കരുവാര ഉന്നതിയിലെ 4ഉം 7ഉം വയസ്സുള്ള ആദിക്കും അജനീഷിനും ജീവൻ നഷ്ടമായ അപകടം നടന്നത്. ഓടിക്കൂടിയ നാട്ടുകാരും ബന്ധുക്കളും സ്ഥലത്തെത്തിയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വാഹനം ലഭിച്ചില്ല. ഉന്നതിയിൽ നിന്നും ഇരുചക്ര വാഹനത്തിലാണ് കുട്ടികളെ കൽക്കണ്ടിയിലെ സ്വകാര്യ ക്ലിനിക്കിലെത്തിച്ചത്. കൃത്യസമയത്ത് വാഹനം ലഭ്യമായിരുന്നുവെങ്കിൽ ആശുപത്രിയിലെത്തിച്ച് ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് അമ്മ ദേവി. പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. പ്രൊമോട്ടറെയും പഞ്ചായത്ത് അംഗത്തെയും വിളിച്ചെങ്കിലും ലഭിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. ആംബുലൻസ് കൃത്യസമയത്ത് ലഭിച്ചില്ലെന്നാണ് SC/ST പ്രൊമോട്ടറുടെ വിശദീകരണം. അതിദാരിദ്ര്യമുക്ത കേരളം അവകാശപ്പെടുന്നവർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്, നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് ഒന്ന് പോയി കാണാൻ പറയാം മന്ത്രിമാരോട്. കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുമെന്നാണ് മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം. അങ്ങനെ പരാതി ബോധപൂർവ്വം എവിടെയെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സഹോദരങ്ങളുടെ മൃതദേഹം ഉന്നതിയോട് ചേർന്നുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.